അസ്സലാമലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. പഠിച്ചവനെല്ലാം നല്ല ഹൈറും ബർക്കത്തും തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എനിക്ക് മക്കൾക്ക് സുഖമാണ് കേട്ടോ, ഇക്കാക്കും. പിന്നെ ഞാൻ നാട്ടിൽ വന്ന് 2-3 വീഡിയോസ് ഒക്കെ ഇട്ടു കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ നാട്ടിലെത്തിയ ഉടനെയുള്ള വീഡിയോ ഇടുന്നത്. അതായത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന സമയം നമ്മളെന്താ വെച്ചാൽ 2 ദിവസമല്ലേ ഉണ്ടായുള്ളൂ നോമ്പിന്. അപ്പം നനച്ചുകുളി തട്ടലും അടിക്കലും പണി തിരക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഒരാഴ്ച മുമ്പ് കിട്ടുമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ഒരാഴ്ച മുമ്പ് നമുക്ക് കിട്ടിയില്ല, വരാൻ പറ്റിയില്ല. 2 ദിവസം മുമ്പാണ് എത്തിയത്. അപ്പോൾ ഏതായാലും അപ്പോഴേക്കെങ്കിലും എത്തിയല്ലോ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ് ഞങ്ങളങ്ങനെ വന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ വീട്ടുകാരനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരതാ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ മോള് ഇങ്ങോട്ട് ഓടാൻ പറ്റില്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുക. അതൊരു സന്തോഷമല്ലേ ആ ഒരു ടൈമിൽ ഫസ്റ്റ് വന്ന ഉടനെ കാണുമ്പോഴേ. അപ്പോൾ ഇക്കാൻ്റെ അമ്മയാണത്. അങ്ങനെ മക്കളും ഉമ്മമാരും എൻ്റെ അമ്മയാണത്. അങ്ങനെ ആ ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങളവിടുന്ന് പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പല്ലൊക്കെ ആടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നുകൊണ്ടിരിക്കുക. അവൾ നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. 2 വർഷമായില്ലേ ഇവിടുന്ന് വിട്ടിട്ട്. നല്ല ഹൈറ്റ് വന്നിരിക്കണം. വെക്ക എടുക്കുകയാണ് കേട്ടോ അവളെ. നോക്കുമ്പോൾ പൊങ്ങുന്നില്ലല്ലോ, നീളമൊക്കെ വെച്ചല്ലോ, വലിയ കുട്ടിയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര വലിപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പോണ സമയത്ത്. മാഷാ അല്ലാഹ്, മക്കൾ വലുതാവാൻ എന്താലേ. പഠിച്ചവൻ ആരോഗ്യ ആയുസ്സും തരട്ടെ. അവരങ്ങനെ ലഗേജ് എല്ലാം എടുത്ത് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അവരുടെ ആ സന്തോഷം, അവരുടെ ആ ചിരിയും അതൊക്കെ മതിയല്ലോ നമുക്ക്. പിന്നെ വണ്ടിക്കാരനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയോ വിശേഷങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് 2 പേരും കൂടെ. ഞാൻ പിന്നെ ക്യാമറമാനാണല്ലോ. പിന്നെ അവിടെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കൽ നടക്കില്ല. അങ്ങനെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ലഗേജെല്ലാം കയറ്റി വെച്ച് ഞങ്ങൾ കയറിയിരുന്നു. അപ്പോൾ ഞങ്ങൾ മോൾക്ക് ടാബ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കയ്യിലാണ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വണ്ടിയിൽ നിന്ന് തന്നെ കൊടുത്തു. അപ്പോൾ വലിയ ആളിങ്ങനെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുക, എനിക്ക് കാണിച്ചതാന്ന് പറഞ്ഞിട്ട്. ഇതെൻ്റെ അമ്മ കൊണ്ടുവന്നതല്ലേ, മീൻ വാപ്പയും കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് തർക്കിച്ചുകൊണ്ട് അവളിങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുലർച്ചെയാണ് എത്തിയത് കേട്ടോ. 3:30-ക്കാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അങ്ങനെ കുറച്ച് വണ്ടിയിലൊക്കെ ഓടി. അങ്ങനെ മിഠായി ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു മിഠായി കടയിൽ നിർത്താൻ പറഞ്ഞു. എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കുറച്ച് എത്തിയത് കേട്ടോ, പുറത്ത് ഇറങ്ങിയതും. അപ്പോൾ അവിടെ ഒരു ഷോപ്പിലാണ് കയറിയത്. അവിടെ നിന്ന് അങ്ങനെ കുറച്ച് മിഠായികളൊക്കെ വാങ്ങി ഞങ്ങളങ്ങനെ. അപ്പോൾ അവളിങ്ങനെ കുറച്ച് വെറൈറ്റിയൊക്കെ വേണമെന്ന് പറഞ്ഞ്
അവൾക്ക് അങ്ങനെ വെറൈറ്റി ഓരോ ഐറ്റംസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ വീണ്ടും കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇതൊരു ചായക്കടയിൽ നിർത്തിയപ്പോൾ അവിടുന്ന് ഉമ്മാൻ്റെയും മോൻ്റെയും കൂടി ഫോട്ടോ എടുത്തതാണ് കേട്ടോ. ഞാനങ്ങനെ വെളിച്ചമായി, രാവിലെയായി. അങ്ങനെ വണ്ടിയിൽ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അൽഹംദുലില്ലാ ഞങ്ങളങ്ങനെ വീടെത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ സ്ഥലമാണ് അതൊക്കെ. അപ്പോൾ അവൾക്ക് മിഠായി വാങ്ങിച്ചതിലതാണ്ട് ഒരു ബൊമ്മൻ്റെ തലയുള്ള മിഠായിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്യൂട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനുമ്മ വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അൽഹംദുലില്ലാ ഞങ്ങൾ വീടെത്തി. അപ്പോൾ വീട്ടുകാരന് വീട്ടിൽ എല്ലാം ഇറക്കി വെക്കുകയാണ്. ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇക്കാൻ്റെ ഏട്ടനും വൈഫൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.